ഹായ്, അസ്സാം വലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖല്ലേ? ഇന്ന് ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹവും ഇന്ന് നബിദിനം ആഘോഷിക്കുകയാണ്. ഈ ആഘോഷ നിമിഷത്തിൽ ഇന്ന് സെപ്റ്റംബർ 5 ഈ നബിദിനത്തിൽ ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനമുണ്ട്. പ്രിയങ്കരനായ TH ദാരിമി ഉസ്താദിൻ്റെ ലേഖനം. വെള്ളിത്തെളിച്ചം എന്ന പങ്ക്തിയിൽ ചന്ദ്രികയിലെ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ലേഖനമുണ്ട്. ആ ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. പാഴിൽ കരയായിക കുഞ്ഞേ എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട ദാരിമി ഉസ്താദിൻ്റെ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. അന്ത്യപ്രവാചകനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതൻ നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവിടത്തേക്ക് അസഹനീയമാണ്. നിങ്ങളുടെ സന്മാർഗ പ്രാപ്തിയിൽ അതീവ തൽപരനും സത്യവിശ്വാസികളോട് ഏറെ ആർദ്രനും ദയാലുവുമാണ് അവിടുന്ന്. അത്തൗബ 128. ഈ പരിചയപ്പെടുത്തലിനെ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള എന്ന പ്രയോഗം വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. നിങ്ങളെയോ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയോ സംസ്കാരങ്ങളെയോ അറിയാത്ത ഏതോ കെട്ടിയിറക്കിയ ഒരാളല്ല നിങ്ങളെ നയിക്കുവാനും നിങ്ങളെ സമുദ്ധരിക്കുവാനും വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരിചയപ്പെടുത്തൽ ആരംഭിക്കുന്നത്. അവരുടെ പ്രകൃതത്തിൻ്റെ പുറത്തു നിന്നുള്ള ഒരു ദൂതൻ വന്നാൽ അവർ സ്വാഭാവികമായും ആ ദൂതനെ അനുസരിക്കുകയല്ല, നിരൂപണം ചെയ്യുകയാണ് ചെയ്യുക. നിങ്ങളുടെ സാഹചര്യങ്ങളിൽ വെച്ച് ഈ പ്രവാചകൻ പറയുന്നത് അപ്രായോഗികമാണ് എന്നവർ സ്ഥാപിക്കാനും അതുവഴി രക്ഷപ്പെടാനുമായിരിക്കും ശ്രമിക്കുക. അവരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകനെ നിയോഗിക്കുക വഴി അത്തരം അപ്രായോഗികത ചിന്തകളിൽ നിന്നും മുക്തരാവാൻ അവർക്ക് അള്ളാഹു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ആമുഖം കുറിച്ചതിന് ശേഷം അള്ളാഹു അവതരിപ്പിക്കുന്നത് ഈ പ്രവാചകൻ്റെ ഹൃദയ ആർദ്രതയെയും വിശാലതയെയുമാണ്. അവ അളവാക്കാനുള്ള ഏറ്റവും ശരിയായ മാർഗവും മാനദണ്ഡവും ആണ് മറ്റുള്ളവർക്ക് വേണ്ടി വേദനിക്കുവാൻ കഴിയുക എന്നുള്ളത്. ഒരാൾക്ക് ഒരാളുടെ വേദനയെ തൻ്റെ വേദനയായി കാണാൻ കഴിയുമെങ്കിലും അനുഭവപ്പെടുമെങ്കിലും അയാൾ അത്രയും നിഷ്കളങ്കനും വിശാല ഹൃദയവനുമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ഒരിക്കൽ ഒരു സദസ്സിൽ വെച്ച് പരസ്യമായി അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവെ കറുത്തവളുടെ മകനെ എന്ന് ആക്ഷേപസ്വരത്തിൽ വിളിക്കുകയുണ്ടായി. അതിൻ്റെ പേരിൽ ആ സദസ്സിൽ ആക്ഷേപമോ പൊട്ടിത്തെറിയോ ഒന്നും ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. അതിനർത്ഥം ഈ പ്രയോഗം ബിലാൽ എന്ന നീഗ്രോ അടിമയുടെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിലല്ലാതെ മറ്റെങ്ങും ഒരു വേദനയും ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ നബിയുടെ മനസ്സിൽ അത് വലിയ വേദനയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ പേരിൽ അബൂദറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു കുടഞ്ഞത് ഇപ്പോഴും താങ്കളിൽ ജാഹിലിയത്തിൻ്റെ ഇരുട്ട് അവശേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഭൃത്യൻ അനസ് ബിൻ മാലിക്കിന് അബൂ ഉമൈർ എന്ന ഒരു അനുജനുണ്ടായിരുന്നു. തൻ്റെ ഉമ്മാക്ക് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ജനിച്ച കൊച്ചനുജൻ. അവനൊരു അടക്കാക്കിളി ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ അബൂ ഉമൈറിനോട് സുഹൈറിൻ്റെ വിശേഷം തിരക്കുമായിരുന്നു.
കൊച്ചു അടക്കാക്കിളിക്ക് അറബിയിൽ നുഗേർ എന്നാണ് പറയുക. ഒരിക്കൽ അബൂ ഉമൈർ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് നബി തങ്ങൾ കണ്ടത്. നുഗേർ ചത്തുപോയതിനുള്ള സങ്കടമായിരുന്നു ആ കൊച്ചുകുട്ടിയുടെ കണ്ണുകളിൽ. അത് കണ്ട അബൂ ഉമൈറിനെ ചേർത്ത് പിടിച്ച് സമാശ്വസിപ്പിക്കുന്ന രംഗം ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ സങ്കടത്തെ പോലും സ്വയം ഏറ്റെടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൻ്റെ മറ്റൊരു ചിത്രമാണ്. തുടർന്ന് അള്ളാഹു പറയുന്ന വിശേഷണം മനുഷ്യകുലത്തിൻ്റെ സന്മാർഗ പ്രാപ്തിയിൽ ഈ പ്രവാചകനുള്ള ഉത്കടമായ താല്പര്യമാണ്. ആ പ്രബോധന ജീവിതം കണ്ട കൈപ്പേറിയ അനുഭവങ്ങൾ അസംഖ്യമാണല്ലോ. അവയെല്ലാം കുടിച്ചിറക്കുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട സ്വപ്നങ്ങൾ എന്തായിരുന്നു എന്ന് ചിന്തിച്ചാൽ തന്നെ ആ താല്പര്യം ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. മദീനയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്ഷരാർത്ഥത്തിൽ രാജാവും സുൽത്താൻ തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെയാകുവാനോ അറിയപ്പെടുവാനോ ഒട്ടും അവർ ആഗ്രഹിച്ചില്ല. മക്ക വിജയം പോലും ഐതിഹാസികമായ വിജയങ്ങൾ മാറുവിരിച്ച് സ്വീകരിക്കേണ്ട സന്ദർഭങ്ങളിൽ പോലും തലതാഴ്ത്തിപ്പിടിച്ച് കൂടുതൽ വിനയാന്വിതനാവുകയായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കണക്കില്ലാത്ത പൊന്നും പണവും കയ്യിൽ വന്നപ്പോൾ പോലും ആ പ്രവാചകൻ അടുത്ത ഒരു നേരം വയറിൻ്റെ മടക്ക് നിവർത്തുവാൻ അതിൽ നിന്ന് ഏതെങ്കിലും എടുത്തു വച്ചില്ല. ആധിപത്യത്തിൻ്റെ അലങ്കാര ചിഹ്നങ്ങൾ വേണോ എന്ന് അള്ളാഹു ചോദിച്ചപ്പോൾ പോലും എനിക്ക് നിന്റെ അടിമയായാൽ മാത്രം മതി എന്നായിരുന്നു നബി തങ്ങൾ പറഞ്ഞത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആ ജീവിതത്തിൻ്റെ നിഷ്കളങ്കമായ ലക്ഷ്യം മനുഷ്യകുലത്തിൽ നിന്ന് പരമാവധി രക്ഷപ്പെടുത്താൻ കഴിയുന്നവരെ എല്ലാം രക്ഷപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു. നരകത്തിൽ നിബദിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അരക്കെട്ടുകളിൽ ബലമായി പിടിച്ചിരിക്കുകയാണ് എന്നാണല്ലോ ഈ പ്രവാചകൻ പറഞ്ഞത്. ഐഹികവും പാരത്രികവുമായ ക്ലേശങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനും കരകയറ്റുവാനും വേണ്ടിയായിരുന്നു ആ മഹാനിയോഗം. സത്യവിശ്വാസികളോട് ഏറെ ആർദ്രനും ദയാലുവുമാണ് എന്നാണ് ഈ ആയത്ത് നബി തിരുമേനിയെ അടുത്തായി വിശേഷിപ്പിക്കുന്നത്. ഇതും തിരുമനസ്സിൻ്റെ ആഴമുള്ള അനുകമ്പയാണ് കുറിക്കുന്നത്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബി തങ്ങൾ തൻ്റെ ആർദ്രതയും ദയയും പ്രകടിപ്പിക്കുന്നത് തൻ്റെ ആദർശം സമ്പൂർണമായും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാത്ത ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അവഗണിച്ചവരോടാണ് എന്നതാണ്. താൻ ഏറെ ക്ലേശപ്പെട്ടു എത്തിച്ചു കൊടുത്ത സന്ദേശം പൂർണ്ണമായി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയവരായിട്ടും ഈ മനസ്സ് ഒരു പ്രതികാര ചിന്തയുമില്ലാതെ അവർക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. ഈ ആർദ്രതയുടെ ഭാഗമായി നബി തങ്ങൾ കരളലിഞ്ഞു പ്രാർത്ഥിച്ച പല രംഗങ്ങളുമുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം തന്നെ കണ്ടിട്ടില്ലാത്ത അന്ത്യനാളോളം വരാനിരിക്കുന്ന തൻ്റെ ഉമ്മത്തിൻ്റെ മോക്ഷത്തിനു വേണ്ടിയായിരുന്നു. ഒരിക്കൽ അധ്യായം ഇബ്രാഹീമിൽ 36-ാം വചനവും അൽ മാഇദയിലെ 112-ാം വചനവും നബി തങ്ങൾ പാരായണം ചെയ്യുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഈസാ നബി അലൈഹി ഇസ്ലാമും തങ്ങളുടെ ജനതയ്ക്കു വേണ്ടി നടത്തുന്ന ഇരവുകളാണ് യഥാക്രമം ഈ ആയത്തുകളുടെ ആശയം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൻ്റെ ഉമ്മത്തിനെ കുറിച്ച് ഓർമ്മ വന്നു. തുടർന്ന് നബി തങ്ങൾ തൻ്റെ ഉമ്മത്തിനു വേണ്ടി ഹൃദയപൂർവ്വം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേട്ട അള്ളാഹു ജിബ്രീൽ മാലാഖയെ പറഞ്ഞയച്ച് എന്താണ് താങ്കളുടെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ താങ്കൾക്കുള്ള വിഷമം എന്ന് ആരാഞ്ഞു. തൻ്റെ ഉമ്മത്തിനെ കുറിച്ചുള്ള തൻ്റെ ആശങ്കകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു. താങ്കളെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ നാം
പെടുത്തിത്തരാം എന്ന് അള്ളാഹു വാക്കുകൊടുക്കുകയും ചെയ്തു. തൻ്റെ വരാനിരിക്കുന്ന ഉമ്മത്തിലെ ജനങ്ങൾക്ക് പ്രയാസമായേക്കുമോ എന്ന് കരുതി ചില ഐച്ഛിക കർമ്മങ്ങൾ വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പലപ്പോഴും പറയുമ്പോഴും ഉറപ്പായും ഉത്തരം ലഭിക്കുന്ന ഓരോ പ്രവാചകനുമായി അള്ളാഹു പ്രത്യേകമായി കൽപ്പിച്ചു നൽകിയ പ്രാർത്ഥനാ അവസരം ഉമ്മത്തിലെ ദോഷികളായവർക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് അവർ തന്നെ പറയുമ്പോഴും ആ മനസ്സിലെ ആർദ്രതയുടെ ആഴം കാണുകയാണ് നാം. മഹത്വമുള്ള ഗുണങ്ങളാണെങ്കിലും ആർദ്രതയും ഹൃദയവിശാലതയുമെല്ലാം പലരെയും ചിലപ്പോഴെങ്കിലും നിരാശയിലേക്കും മടുപ്പിലേക്കും കൊണ്ടെത്തിക്കും. നിരന്തരമായ വേട്ടകളുടെ ഇരയാവേണ്ടി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പക്ഷേ അതുണ്ടായില്ല. കാരണം തൻ്റെ ലക്ഷ്യത്തെ കുറിച്ചുള്ള അടിയുറച്ച ആത്മവിശ്വാസം നബി തങ്ങളുടെ ഏറ്റവും വലിയ കൈമുതലായിരുന്നു. അതുകൊണ്ടാണ് പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നബി തങ്ങൾ ഊർജവും ആവേശവും കൈവിടാതെ അടുത്ത വഴിയിലേക്ക് പ്രവേശിക്കുന്നത്. ത്വായിഫിലേക്ക് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ പ്രതികൂലമായ പ്രതികരണങ്ങളായിരുന്നു മടക്കി അയച്ചത്. പക്ഷേ അതിൽ തളരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ലക്ഷ്യത്തിനു വേണ്ടി 2 വർഷം കൃത്യമായി ചുവടുകളിലൂടെ മുന്നേറുകയും മദീനയിലേക്ക് പോയി അവിടെ ഇസ്ലാമിക സമൂഹത്തെ വളർത്തിയെടുക്കുകയും ചെയ്തത് ഉദാഹരണം. പ്രതീക്ഷ കൈവിടാത്ത ഈ പരിശ്രമങ്ങളുടെ ഊർജസ്രോതസ് തൻ്റെ ആത്മവിശ്വാസം തന്നെയായിരുന്നു. ശത്രുക്കൾ മണ്ണും മാലിന്യവും വലിച്ചെറിഞ്ഞ് പരസ്യമായി പരിഹസിച്ച് വിടുന്ന അനുഭവങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടായി. മണ്ണിൽ കുളിച്ച പോലെ വീട്ടിലേക്ക് ദുഃഖാർത്തകവുമായി ശത്രുക്കൾ മണ്ണും മാലിന്യവും വലിച്ചെറിഞ്ഞ് പരസ്യമായി പരിഹസിച്ച് വിടുന്ന അനുഭവങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടായി. മണ്ണിൽ കുളിച്ച പോലെ വീട്ടിലേക്ക് ദുഃഖഭാരവുമായി കടന്നു വന്ന പിതാവിനെ മകൾ സങ്കടത്തോടെ കാണുന്ന ഒരു ചിത്രം മലയാളത്തിൻ്റെ മഹാകവി വള്ളത്തോൾ ആവിഷ്കരിക്കുന്നുണ്ട്. പിതാവിൻ്റെ തലയിൽ വെള്ളം ഒഴിച്ച് കുളിപ്പിക്കുമ്പോൾ മകളുടെ സങ്കടങ്ങൾ കണ്ണുനീർ തുള്ളികളായി അടർന്നു വീഴുകയായിരുന്നു എന്നും കവി പറയുന്നു. തുടർന്ന് കവി ഇങ്ങനെയാണ് അത് ഉപസംഹരിക്കുന്നത്: പിടിച്ചിരുത്തി ചളി പോകുവാനായി പകർന്ന കുംഭോദക മോടുകൂടി ദാതൻ്റെ ഗാത്രങ്ങളിലേക്കാലപിച്ചു. ചളി പോകുവാനായി പകർന്ന കുംഭോദക മോടുകൂടി ദാതൻ്റെ ഗാത്രങ്ങളിലോ പതിച്ചു. കുമാരിയാൾ തൻ ചുടുകണ്ണീരും മാലാർന്നുകേഴും മകളെ തലോടി കൊണ്ടാശ്വസിപ്പിച്ചു. സുശാന്തശീലൻ നിന്നച്ഛനെ കാത്തരുളാതിരിക്കൽ നിന്നച്ഛനെ കാത്തരുളാതിരിക്കല്ലയുള്ളാഹു പാഴിൽ കരയായിക കുഞ്ഞേ. എന്ന ഒരു ലേഖനം വളരെ ഗംഭീരമായി തൻ്റേതായ ശൈലിയിൽ TH ദാരിമി ഉസ്താദ് ആ ഒരു അവസാനം ആ ഒരു ശലകം ആ ഒരു കവിത കൊണ്ടാണ്, വള്ളത്തോളിൻ്റെ കവിത കൊണ്ടാണ് ഈ ഒരു ലേഖനം ഇവിടെ പര്യവസാനിക്കുന്നത്. ഏതായാലും ഈ നബിദിനം 1500ാമത് നബിദിനം കൊണ്ടാടുന്ന ഈ സമയത്ത് ഏവർക്കും നബിദിന ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ഈ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ കരുത്തായി ഇന്ന് നമ്മൾ ഓർത്തെടുക്കുന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന പരിശുദ്ധമായ മദീന മുനവ്വറയിൽ നേരിൽ
അവിടെ സന്ദർശിച്ച് പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞ് നമ്മുടെ സങ്കടങ്ങൾ നബി തങ്ങളെ മുൻനിർത്തി പടച്ച റബ്ബിനോട് പറയാനും നമ്മുടെ മനസ്സിലുള്ള മുഴുവൻ സങ്കടങ്ങൾ ഇറക്കി വെക്കാനുമൊക്കെ ഉള്ള ഒരവസരം അള്ളാഹു നമുക്കെല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അവിടങ്ങളിൽ പോയവരുണ്ടാവും, അവർക്ക് ഇനിയും അവിടങ്ങളിൽ ചെന്ന് സന്തോഷങ്ങൾ സങ്കടങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഒരു പുതിയ പൈതൽ പിറക്കുന്ന രൂപത്തിലാക്കി നമ്മുടെ മനസ്സിനെ ശരീരത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് നമുക്ക് ലഭിക്കാൻ അവിടം നേരിൽ കാണാനും നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനുമൊക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി നബിദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.